പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തക പഠനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസം കർത്താവ് നമുക്ക് തന്നതിനാൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ യഥാർത്ഥ വചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വാഞ്ച തരും. ഇന്ന് ഈ പഠനം ഇവിടെ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം തന്നത് ദൈവമാണ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതിലും ദൈവമല്ലോ തിരുവള്ളം തോന്നി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അത് ചെയ്യുവാൻ ഒരു മോട്ടിവേഷൻ തരുന്നത്. ദ ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് കുറേ പുസ്തകങ്ങളുടെ സമാഹാരമാണ്. അനേക പുസ്തകങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥ സമാഹാരം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ബുക്സ്. ആദിമ ഗ്രന്ഥം എഴുതിയത് 3 ഭാഷകളിലാണ്. ഹീബ്രു, അരാമായ, ഗ്രീക്ക് ഭാഷകളിലാണ് ആദിമ ഗ്രന്ഥം എഴുതിയത്. ബൈബിൾ സൊസൈറ്റി പ്രകാരം 66 പുസ്തകങ്ങളും POC ബൈബിൾ കത്തോലിക്ക സഭയുടെ ക്രമമനുസരിച്ച് 73 പുസ്തകങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. 47 ആളുകൾ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1500 വർഷങ്ങൾ എടുത്താണ് ഈ ഓരോ പുസ്തകങ്ങളും പല കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഇവരെല്ലാവരും എഴുതി ചേർത്തത്. ഇതിൽ എഴുതിയവരിൽ രാജാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, പട്ടാളക്കാരുണ്ട്, തത്വചിന്തകരുണ്ട്, പ്രവാചകന്മാരുണ്ട്, വൈദ്യരുണ്ട്, കവികളുണ്ട്, കർഷകരുണ്ട്, മുക്കുവന്മാരുണ്ട്, സംഗീതജ്ഞന്മാരുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, പട്ടാളക്കാരുണ്ട്, തത്വചിന്തകർ, പ്രവാചകന്മാർ, വൈദ്യർ, കവികൾ, കർഷകർ, മുക്കുവന്മാർ, സംഗീതജ്ഞന്മാർ. ഈ പല പുസ്തകങ്ങളും നമ്മുടെ ഈ ഭൂലോകത്തിൻ്റെ പ്രധാനപ്പെട്ട 3 വൻകരകളിൽ ഇരുന്നാണ് എഴുതിയത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഈ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നാണ് വിശുദ്ധ വേദപുസ്തകം എഴുതിയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇൻറ്റേർണൽ യൂണിറ്റി ഉണ്ട്, ലോജിക്കൽ സീക്വൻസിങ് ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. ഒരു പൊരുത്തക്കേട് നിങ്ങൾക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കത്തില്ല. ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഓരോ ബുക്കുകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനൊരു ഇൻറ്റേർണൽ യൂണിറ്റി ഉണ്ട്, ലോജിക്കൽ സീക്വൻസിങ് ഉണ്ട്. ഒരു മാലയിൽ മുത്തുകൾ കോർത്തതുപോലെ ഒരു ലോജിക്കൽ സീക്വൻസിങ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആണ്. ഉൽപ്പത്തിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയായിരിക്കും പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 47 വ്യത്യസ്ത ആളുകൾ 1500 വർഷങ്ങൾ കൊണ്ട് എഴുതിയിട്ടും കൺസിസ്റ്റൻ്റായിട്ട് ഒരു അവ്യക്തതയുമില്ലാതെ എഴുതണമെങ്കിൽ അത് എഴുതിയത് ഒരാളായിരിക്കണം. ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് പല സ്ഥലങ്ങളിലിരുന്നവർ, പല സമയത്തിരുന്നവർ, അന്യോന്യം കാണാത്തവർ 15 നൂറ്റാണ്ടുകൾ കൊണ്ട് ഇത് എഴുതിയെങ്കിൽ ഇത് എഴുതിയത് ഒരാളായിരിക്കണം. നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതേപോലെ 66 അല്ലെങ്കിൽ 73 പുസ്തകങ്ങൾ ഒരു മുൻധാരണയുമില്ലാതെ ഒരാൾ വായിച്ചു തുടങ്ങിയാൽ വായന അവസാനിപ്പിക്കുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിലോ ഒരു കൂട്ടം ചിന്തകളിലോ ആയിരിക്കില്ല, മറിച്ച് ഒരു വ്യക്തിയിലായിരിക്കും. ഈ പുസ്തകങ്ങൾ മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു വ്യക്തിയിലായിരിക്കും. അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് വിശുദ്ധ ബൈബിളിൻ്റെ സെൻട്രൽ ക്യാരക്ടർ.
എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ ഒരു ക്രിസ്റ്റോസെൻട്രിക്കാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായ എഴുത്തുകളാണ് ഇതിൽ മുഴുവനുമുള്ളത്. നിങ്ങൾക്ക് ഉൽപ്പത്തിയിൽ യേശുവിനെ കാണാം, വെളിപ്പാടിലും യേശുവിനെ കാണാം. ഇതിനിടയിലുള്ള പുസ്തകങ്ങളിലെല്ലാം കർത്താവിനെ കാണുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ പഴയ നിയമവുമുണ്ട്, പുതിയ നിയമവുമുണ്ട്. സൃഷ്ടി മുതൽ ആദാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് 11-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു പ്രത്യേക കാലപരിധി പറഞ്ഞിട്ടില്ല. നമുക്കറിയത്തില്ല ആ കാലഘട്ടം ഏതായിരുന്നെന്ന്. എന്നാൽ ഉൽപ്പത്തി 11 മുതൽ ജനസിസ് ചാപ്റ്റർ 11 അൺടിൽ മലാഖിയുടെ കാലം വരെ 2000 വർഷത്തെ കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം മുതൽ മലാഖിയുടെ കാലം വരെയുള്ള കാലങ്ങളിൽ 2000 വർഷം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ റെവലേഷൻ വരെ 150 വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമവുമുണ്ട്, പഴയ നിയമവുമുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 1 മുതൽ 11-ാം അധ്യായം വരെയുള്ള കാലഘട്ടം നമുക്കറിയത്തില്ല. എന്നാൽ ഉൽപ്പത്തി 12 മുതൽ മലാഖി വരെ 2000 വർഷവും അതിനുശേഷം മാത്യു മുതൽ റെവലേഷൻ വരെയുള്ള ഭാഗങ്ങൾ ഏകദേശം 150 വർഷത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. 2000 വർഷത്തെ ചരിത്രം പഴയ നിയമത്തിലും 150 വർഷത്തെ ചരിത്രം പുതിയ നിയമത്തിലും നമ്മളോട് വിശുദ്ധ വേദപുസ്തകം സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് മനസ്സിലാക്കുവാൻ ഈ ആമുഖ പഠനം നമുക്ക് സഹായിക്കും. ഓരോ ദിവസവും കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കാം, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് യാചിക്കാം. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണമേ. വിശുദ്ധ ദൈവവചനം വായിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വായിക്കുവാൻ പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ആത്മീയ കണ്ണിനെ അവിടുന്ന് തുറന്നു തരണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളാൽ നിറയ്ക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ബ്ലസ് യു.